ആശ്രമത്തിൽ ധ്യാനനിരതൻ, ലോകത്തിൽ പ്രേഷിതൻ എന്ന കർമ്മല സഭയുടെ ആപ്തവാക്യം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച സക്കറിയാസ് അച്ഛൻ. സ്പെയിനിൽ ജനിച്ചു വളർന്ന് കർമ്മലീത്ത മിഷണറിയായി ഇന്ത്യയിലെത്തി 45 വർഷക്കാലം അദ്ദേഹം ഇവിടെ സേവനമനുഷ്ഠിച്ചു. ഇന്ന് സക്കറിയാസ് അച്ഛൻ ധന്യപദവിയിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അച്ഛൻ്റെ ജീവിതം പരിചയപ്പെടാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലുള്ള കാർമൽഗിരി സെമിനാരിയിലാണ്. ധന്യൻ ഫാദർ സക്രിയാസ്. സ്പെയിനിലെ അബദിയാനോ ഗ്രാമത്തിൽ 1887 നവംബർ 5 സക്രിയാസ് അച്ഛൻ ഭൂജാതനായി. 1912 ജൂൺ 14 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലെത്തി. 1957 മെയ് 1 സക്രിയാസ് അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു. 2014 ജനുവരി 27 സക്രിയാസ് അച്ഛൻ ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മൾ സെമിനാരിയുടെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു കാര്യം കാണാം. ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്? ബൈബിൾ ലാൻഡ്. ബൈബിളിന്റെ മോഡലിൽ ചെയ്തിരിക്കാൻ ഒത്തിരി വചനം എഴുതിയേക്കുന്നത്. ഏത് വചനം അത്? ഏത് സുവിശേഷത്തിലാണ് ഉള്ളത്? യോഹന്നാൻ, ജോൺ 1:14 അല്ലേ? ഇത് കണ്ടോ? ഇത് ഇങ്ങനെ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? മാപ്പ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? ആ ബ്ലൂ ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. 2 വ്യക്തികളുടെ യാത്രയുടെ വിവരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മുടെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാ? അബ്രഹാം അല്ലേ? അബ്രഹാമിൻ്റെ യാത്ര സൂചിപ്പിക്കുന്നതാണ് ഈ യെല്ലോ മാർക്ക്. കണ്ടോ? അതായത് ഹാരാനിൽ നിന്ന് ഊർ വരെയുള്ള ആ ഒരു യാത്രയുടെ വിവരണമാണ് ആ മാപ്പിലുള്ളത്. ബാക്കി നമ്മൾ സുവിശേഷമൊക്കെ കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന ഒരാൾ. അതാരാ? സെയിൻറ്റ് പോൾ. പൗലോസ് ലീഹായെ കുറിച്ച് കേട്ടിട്ടില്ലേ? പൗലോസ് ലീഹായുടെ മിഷൻ യാത്ര, ഫസ്റ്റ് ജേർണി, സെക്കൻഡ് ജേർണി, തേർഡ് ജേർണി, അങ്ങനെ മിഷൻ ഓരോ യാത്രയെ സൂചിപ്പിക്കുന്ന ഓരോ കളേഴ്സ്. ഗ്രീൻ കളറാണ് പൗലോസ് ലീഹായുടെ ആദ്യത്തെ മിഷൻ യാത്ര. അത് കഴിഞ്ഞ് ബ്ലാക്കിലുള്ളത് 2ാമത്തെ യാത്ര, റെഡിലുള്ളത് 3ാമത്തെ യാത്ര. അപ്പം ഈ ഓരോ സ്ഥലത്തേക്കും മിഷണറി ആയിട്ട് പോയി അവിടെ സുവിശേഷം പ്രചരിപ്പിക്കുകയാണ് സെയിൻറ്റ് പോൾ ചെയ്തത്. നമ്മൾ ഇന്ന് സക്രിയാസ് അച്ഛനെ പരിചയപ്പെടുമ്പോൾ അച്ഛൻ സ്പെയിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഒരു മിഷൻ സ്പിരിറ്റോട്, ഒരു മിഷണറി വൈദികനായിട്ടാണ് അദ്ദേഹം വന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ? ഈ സക്രിയാസ് അച്ഛൻ ആദ്യം പുത്തമ്പള്ളി സെമിനാരിയിലായിരുന്നു. അവിടുന്ന് കാർമൽഗിരി വന്നു. കാർമൽഗിരിയിൽ സെമിനാരിയൻസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബ്രാഞ്ചായിട്ടാണ് ഈ സെമിനാരി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ അവസാന നാടുകളിലൊരു 3 വർഷത്തോളം അച്ഛൻ ഇവിടെയായിരുന്നു. നമുക്കിനി ഇവിടെ നിന്ന് ഇരുന്നാലോ ഇച്ചിരി സമയം? നമ്മുടെ ഔറേലിയൻ അച്ഛൻ്റെ ഒപ്പം തന്നെയാണ് സക്രിയാസ് അച്ഛനും ഇന്ത്യയിലെത്തുന്നത്. സ്പെയിനിൽ തന്നെയാണ് ജനിച്ചത്. അബാദിയ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലായിരുന്നു ജനിച്ചത്. സക്രിയാസ് അച്ഛൻ്റെ വീട്ടിൽ 9 മക്കളായിരുന്നു. 9 മക്കളിൽ 5 സഹോദരിമാരും 3 സഹോദരന്മാരും. അച്ഛൻ 7ാമത്തെ കുഞ്ഞുവാവയായിരുന്നു. അപ്പച്ചൻ്റെ പേര് ബർത്തലോമിയോ എന്നായിരുന്നു. അമ്മ മരിയ സൻസാനി എന്ന്. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആധ്യാത്മികതയുടെ ആദ്യത്തെ അംശങ്ങളൊക്കെ കിട്ടിയിരുന്നത്. വീട്ടിൽ ജപമാല, അച്ഛൻ്റെ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് ജപമാലയോടുമുള്ള ഭക്തിയായിരുന്നു ജീവിതത്തിൽ മുഴുവൻ കണ്ടിരുന്നത്. കുഞ്ഞിലെ വീട്ടിൽ ജപമാല മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. പിന്നീട് എടുത്തു പറയുന്നൊരു കാര്യം, ഔസേപ്പിതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. ഔസേപ്പിതാവിനും തിരുക്കുടുംബത്തിനോടുള്ള ഭക്തി. അപ്പോൾ ഔസേപ്പിതാവിനോടും മാതാവിനോടും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചു കൊച്ചു സുഹൃദൈവങ്ങൾ ചൊല്ലിയും. നോക്കൊന്ന് ആലോചിച്ചൊക്കെ ഈ സെമിനാരിയുടെ പേരും സെയിൻറ്റ് ജോസഫ്സ് ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലാണ് ഈ സെമിനാരിയിൽ. അങ്ങനെ ഒരു സ്ഥലത്താണ് അച്ഛൻ അവസാനം വരികയും ചെയ്തത്. അപ്പം പിന്നീട് പറയുന്നത് ഈ ഇങ്ങനെ ഔറേലിയൻ അച്ഛൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനാകാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സക്രിയാസ് അച്ഛൻ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമല്ല. പക്ഷേ ഭയങ്കര ഒരു ഭക്തിയും എപ്പോഴും ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ നിറയണം എന്നുള്ളൊരാഗ്രഹം, അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. അത് പറഞ്ഞു കൊടുത്തിരുന്നത് അമ്മയായിരുന്നു. അപ്പം അപ്പച്ചനും അമ്മച്ചിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ആരെങ്കിലും ഒരാൾ വൈദികനാണ്. അത് സക്രിയാസ് വൈദികനാകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ കക്ഷി ചെറുപ്പത്തിലേ ഒന്നും അങ്ങനെ പറഞ്ഞൊന്നും കേട്ടൊന്നുമില്ല. അത് വീട്ടിനടുത്തുള്ള സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് 2 ചേച്ചിമാർ സിസ്റ്റേഴ്സ് ആവാൻ പോയി. ഈ സക്രിയാസ് അച്ഛൻ വൈദികനാകാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ വീടിനടുത്തുള്ള സ്കൂളിലെ പഠനം കഴിഞ്ഞ് പിന്നെ 6 മൈൽ 6 മൈലെന്ന് എനിക്ക് തോന്നുന്നു 20 കിലോമീറ്ററിന് അത്രയും അതിനേക്കാളും
ദൂരം നടന്നാണ് ദിവസേന പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ സ്കൂളിൽ നടന്നാണോ ബസ്സിലോ ഓട്ടോയിലൊക്കെ ആയിരിക്കും അല്ലേ? 1 കിലോമീറ്റർ ആണെങ്കിലും നടക്കത്തില്ല, അല്ലെങ്കിൽ സൈക്കിളിന് പോകും അല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല. ഈ 20-25 കിലോമീറ്ററോളം ഡെയിലി നടന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്കും കുർബാന മുടക്കുന്നത് ഇതുപോലെ രാവിലെ ഭക്ഷണമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് ഓടി കുർബാനയ്ക്ക് പോവും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോവും. പിന്നീട് ആൾ കാറ്റഗിസം ക്ലാസ്സിൽ ഒരു റോൾ മോഡലായിരുന്നു. കാറ്റഗിസത്തിന് പോകാൻ ഇഷ്ടമാണ്? മടി കാണിക്കുമോ? നല്ല കൊച്ചുങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സക്രിയ അച്ഛന് കുഞ്ഞു സക്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാറ്റഗിസം. അപ്പോൾ കാറ്റഗിസം ക്ലാസ്സിൽ നേരത്തെ എത്തുക, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ചിട്ടയോടുകൂടി ചെയ്യുമായിരുന്നു. കൂട്ടത്തിലുള്ള കൂട്ടുകാരെയൊക്കെ പ്രാർത്ഥിക്കാനും കാറ്റഗിസം പഠിക്കാനും ഒക്കെ ഒത്തിരി സഹായിക്കുമായിരുന്നു. അത് ചെറുപ്പത്തിലെ വളരെ സ്പെഷ്യലായിട്ട് കണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് അച്ഛൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൽ നടന്നു പോകുന്ന സമയത്തും അന്നും കണ്ടിരുന്ന ഒരു കാര്യം, ഈ ആരെങ്കിലും വിഷമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അനുകമ്പ, ദീനാനുകമ്പ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നത്. അത് വലുതായപ്പോഴും ഉണ്ടായിരുന്നു. ഈ 13 മൈൽ അകലെയുള്ള സ്കൂളെന്ന് വെച്ചാൽ അത് ഈശോ സഭാ വൈദികരുടെ സ്കൂളായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ആധ്യാത്മിക പരിശീലനം അച്ഛനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഒരു അങ്കിള് അച്ഛനുണ്ടായിരുന്നു. ഈ അങ്കിൾ അച്ഛന് വളരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയായിരുന്നു. അത് ഈ അച്ഛൻ്റെ ഇൻഫ്ലുവൻസും ഈ ഈശോ സഭാ വൈദികരുടെ ദേവാലയ ആ സ്കൂളിലെ ഫോർമേഷനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം തീരുമാനമെടുത്തു സെമിനാരി പോവുകയാണ്. വീട്ടിൽ വന്ന് ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം അവരൊത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് സക്രിയ സെമിനാരി പോകണമെന്നുള്ളത്. അപ്പം അങ്ങോട്ട് ചെന്ന് ഈ ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവരൊത്തിരി സന്തോഷത്തോടെ അങ്ങനെ സെമിനാരിയിലേക്ക് വിട്ടത്. 24-ാമത്തെ വയസ്സിൽ വൈദികനായി. പിറ്റേ വർഷം തന്നെ മിഷണറി ആയിട്ട് ആൾ ഇവിടേക്ക് വരികയാണ്. മരിക്കുന്നത് 70-ാമത്തെ വയസ്സിൽ. 45 വർഷം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ. നല്ല ഭംഗിയില്ലേ? നല്ല പച്ചപ്പ്, വെള്ളപ്പൂക്കള്, മഞ്ഞപ്പൂക്കള്. സക്രിയ അച്ഛൻ ഇന്ത്യയിൽ ആദ്യം നേരെ വന്നത് കൊച്ചിയിലേക്ക്. കൊച്ചിയിൽ വന്നിട്ട് പുത്തമ്പള്ളി സെമിനാരിയിലായിരുന്നു ആദ്യത്തെ ചുമതല. അത് കഴിഞ്ഞ് മംഗലപ്പുഴ സെമിനാരിയിലായിരുന്നു. അതിനുശേഷമാണ് ഈ സെമിനാരിയിലെത്തിയത്. പിന്നെ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ പനി വരുമ്പോഴേ ആരടുത്തിരിക്കാനാണ് ഇഷ്ടം? അമ്മ വന്ന് അടുത്തിരിക്കണം അല്ലേ? ഇപ്പോൾ ഈ സെമിനാരിയിലൊക്കെ വന്നു കഴിഞ്ഞ് ബ്രദേഴ്സിന് പനിയൊക്കെ വരുമ്പോൾ അവർ അച്ഛൻ്റെ ജീവിതം എഴുതിയിരിക്കുന്നത്, അച്ഛൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയായിരുന്ന ഒരു അച്ഛനായിരുന്നേ. അച്ഛൻ അതിനകത്ത് എഴുതിയിരിക്കുക, ഈ സെമിനാരിയിലായിരിക്കുമ്പം ആർക്കെങ്കിലും അസുഖം വരുമ്പോഴാണ് സക്രിയ അച്ഛൻ്റെ സ്നേഹം ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നതെന്ന്. ആ സമയങ്ങളിൽ പനി ആയിരിക്കുമ്പോൾ ഈ സക്രിയ അച്ഛൻ അടുത്ത് ചെന്ന് അവരെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച്, അത് കഴിഞ്ഞ് സമയാസമയങ്ങളിൽ ഇവർ മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ എപ്പോഴും അവരുടെ മുറിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. ഇനി എങ്ങാനും രാത്രിയിൽ വല്ല കാറ്റോ മഴയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് അത് എത്ര നിലയാണേലും കയറി മുകളിൽ ചെന്ന് ജനലൊക്കെ അടച്ച് അവരെ വീണ്ടും ടെമ്പറേച്ചറൊക്കെ നോക്കി അവരെ ഏറ്റവും കൂടുതൽ, അതായത് അവർക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമോ ഒന്നും അവർക്ക് തോന്നാത്ത വിധത്തിൽ അത്രയും കെയറും സ്നേഹവും സക്രിയ അച്ഛൻ കൊടുക്കുമായിരുന്നു. ഒരു അമ്മയുടെ മാതൃവാത്സല്യം ആയിരുന്നു സെമിനാരിയൻസിന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നത്. പഠിക്കാനൊക്കെ മണ്ടനായിരുന്ന ഒരു വിശുദ്ധനുണ്ട്. പക്ഷേ ആ വിശുദ്ധൻ അച്ഛനായേ പറ്റുമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഏത് വിശുദ്ധനാന്ന് പറയാമോ? യെസ്, ജോൺ മരിയ വിയാനി അല്ലേ? അതായത് ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്, പേട്രനാണ് ജോൺ മരിയ വിയാനി. അപ്പോൾ ഈ സെമിനാരിയിലും സക്രിയ അച്ഛൻ്റെ കാലത്ത് ഇതുപോലെ പഠിക്കാൻ ഒത്തിരി ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ ഓരോ വർഷവും എക്സാംസ് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ സെമിനാരി പഠനം ബ്രേക്കാവും, ഇവർ തിരിച്ചു വിടും. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം സക്രിയ അച്ഛൻ വളരെ വ്യക്തമായിട്ട് ഇടപെടുമായിരുന്നു. അച്ഛൻ പറയുന്നത് ഇതാണ്, ഇനി പഠിച്ചൊരു ഉന്നത നിലയിലെത്താത്തവരും മിഷൻ സ്ഥലത്തേക്ക് പോകട്ടെ. അങ്ങനെയുള്ള ധാരാളം മിഷന് നമ്മൾ ഇവിടുന്ന് പോകത്തില്ല, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഇവിടുന്ന് അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ പോകത്തില്ല മിഷൻ, അവിടെയുള്ള ഗ്രാമപ്രദേശത്തിലേക്കൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കാനാണ്. അപ്പം മിഷന് വിടാനായിട്ട് അങ്ങനെയുള്ള ആളുകളെ അച്ഛൻ ഇടപെട്ട് പറയില്ല, നമുക്ക് അവരെ മിഷന് വിടാം, അവർക്ക് അത്തരത്തിലുള്ള പരിശീലനം കൊടുക്കും. അപ്പം ഒരിക്കലും ആരും ഇവിടുന്ന് വൈദികനാകാൻ ആഗ്രഹിച്ച് വന്നവരാരും അങ്ങനെ ആകാതെ, ആഗ്രഹം നിവൃത്തിയാകാതെ തിരിച്ചു വേദനയോടെ പോകാൻ
ഒരിക്കലും അച്ഛൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും മിഷൻ ആളെ അയക്കണം എന്നുള്ളൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സക്കറിയാസ് അച്ഛനാണ്. അച്ഛൻ അതിനു വേണ്ടി മിഷന് പോകാനുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുകയും അങ്ങനെ ഇവിടുന്ന് ഗ്രാമങ്ങളിലേക്കൊക്കെ പോവുക, അങ്ങനെ സെമിനാരിയിൽ നിന്ന് പോകണം എന്ന സ്റ്റേജ് വരെ എത്തിയിട്ട് പക്ഷെ അച്ഛൻ ഇടപെട്ട് വൈദിക വൃത്തിയിലേക്ക് അവരെ നയിച്ചു. മിഷന് പോയിട്ട് അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി നന്ദിയോടെ അച്ഛൻ്റെ ആ ഒരു കൃത്യമായ ഇടപെടലിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മിഷണറീസ് ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈശോയെ നിങ്ങൾ നാളെ വലുതായി നിങ്ങൾ അച്ഛനാവുമായിരിക്കും, സിസ്റ്റേഴ്സ് ആവുമായിരിക്കും, ആൻറ്റിയെ പോലെ കുടുംബജീവിതത്തിലേക്കൊക്കെ ഏതിലേക്കാണോ ഈശോ നിങ്ങളെ വിളിക്കുന്നത്, നമ്മൾ ഏത് വൊക്കേഷൻ തിരഞ്ഞെടുത്താലും ഏത് വെളിയിലായാണേലും നമ്മളിൽ എല്ലാവരിലും ഒരു മിഷണറി ഉണ്ട്, ഒരു മിഷൻ സ്പിരിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയുണ്ട് സ്ഥലം? വിഷമിച്ച് പറയുന്നേ നല്ല സ്ഥലമാണ് അല്ലേ? ഇത് പെരിയാറിന്റെ കൈവഴിയാ. പണ്ട് കാലത്ത് ഇന്നത്തെ അത്രയും ബസ്സും കാറും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ബോട്ടിലായിരുന്നു ഈ മിഷണറിമാരുടെയൊക്കെ യാത്ര. അപ്പൊ കൊച്ചിയിൽ നിന്ന് ജലമാർഗമായിരുന്നു നമ്മുടെ അച്ഛന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മംഗലപ്പുഴ സെമിനാരിയും ഇതുപോലെ ഈ ആറിന്റെ തീരത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതിന്റെ അറ്റത്തൊക്കെ വരാനായിട്ട് നമുക്ക് സാധിച്ചില്ലേ. ഇനിയും സക്കറിയാസ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ സെമിനാരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു അച്ഛൻ്റെ ജീവിതം. അച്ഛന് സമാധാന ദൂതൻ എന്നും കൂടി അറിയപ്പെട്ടിരുന്നു. അതിന് കാരണം ഈ ആലുവയുടെ ചുറ്റുവട്ടത്തുള്ള ഗ്ലാസ് ഫാക്ടറി, തുണിമില്ലുകൾ, അങ്ങനെ പല സ്ഥാപനങ്ങളിൽ തൊഴിലാളികളും മുതലാളികളും തമ്മിൽ തർക്കം വരും. അപ്പോൾ ഈ ഫാക്ടറിയിലൊക്കെ സ്ട്രൈക്ക് ആയി കഴിയുമ്പോഴേ അവർക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ലല്ലോ. വീടുകളിൽ മിക്കപ്പോഴും പട്ടിണിയായിരിക്കും. അപ്പം അച്ഛൻ ആ വീടുകളിലൊക്കെ പോയി അവരെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് മുതലാളിമാരെ കണ്ട് ചർച്ചയ്ക്ക് വിളിക്കും. തൊഴിലാളി നേതാക്കന്മാരെ മുതലാളിമാരെ ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അച്ഛൻ അതെല്ലാം കൃത്യമായിട്ട് സംസാരിച്ച് ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അച്ഛൻ ഇടപെട്ടിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലത്ത്. ഈ സമാധാന ദൂതൻ എന്ന് പറയുമ്പം സെമിനാരിയിൽ അതുപോലെ തന്നെയായിരുന്നു. ഒരിക്കൽ ഒരു അച്ഛൻ ബിഷപ്പുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി, പിണക്കം ഉണ്ടായിട്ട് അദ്ദേഹം ബിഷപ്പിനെ അനുസരിക്കാണ്ട് നീങ്ങുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നുണ്ടാവില്ല. അവസാനം സക്കറിയാസ് അച്ഛൻ വളരെ പേഴ്സണലി അദ്ദേഹത്തെ പോയി കണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണം, നമ്മൾ സ്നേഹത്തിൽ പോകണം, ഈശോ അതല്ലേ നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നൊക്കെ കുറേ പറഞ്ഞിട്ട് ഈ അച്ഛൻ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സക്കറിയാസ് അച്ഛൻ പെട്ടെന്ന് ഈ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഈശോയെ പ്രതി അച്ഛൻ ഈ ഒരു പിണക്കം ഉപേക്ഷിക്കണം, കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. ശരിക്കും അച്ഛൻ്റെ ആ ഒരു പ്രവൃത്തി, എളിമയോടുകൂടി മറ്റുള്ളവരെ നേടാൻ കാണിച്ച ആ ഒരു പ്രവൃത്തി, അപ്പോൾ അതോടെ അച്ഛൻ ചെന്ന് പിതാവിനെ കണ്ട് സോറിയൊക്കെ പറഞ്ഞ് ആ പിണക്കവും തീർന്നു. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അത് സമാധാനത്തിലെത്തിക്കാനുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഈശോ ഈ സക്കറിയാസ് അച്ഛൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരുന്നു. സക്കറിയാസ് അച്ഛൻ്റെ ജീവിതത്തിലെ ഈ പുണ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ്. നമ്മൾ ഈ ലൈബ്രറിയിൽ വരാനുണ്ടായ കാര്യം, സക്കറിയാസ് അച്ഛൻ ധാരാളം എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതിന് പുറമെ സെമിനാരിയിൽ അച്ഛൻ ക്രൂസൈഡ് ഓഫ് ലവ് അങ്ങനെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തിരിച്ചു. സെമിനാരിയൻസിന് അങ്ങനെ ഒരു ക്രൂസൈഡ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അച്ഛൻ ഫോർമേഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു ലീഫ്ലെറ്റ്സും കൊച്ചു പുസ്തകങ്ങളും ഒക്കെ വിതരണം ചെയ്യുക. അപ്പോൾ ഈ കത്തോലിക്കരല്ലാത്ത ആളുകൾ ഈ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ ലീഫ്ലെറ്റ്സ് കൊടുക്കുക. ഈ ലീഫ്ലെറ്റ്സും ബുക്സും കൊടുത്താൽ മാത്രം പോരാ, ഈ കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ കൊടുക്കുന്ന സെമിനാരിയൻസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കുടുംബങ്ങളിലുള്ള വിശ്വാസ ചൈതന്യം വർദ്ധിപ്പിച്ചാലാണ് ദൈവവിളികൾ ഉയരത്തോളെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുടുംബങ്ങളെ ഉദ്ദേശിച്ചുള്ള കുടുംബദീപം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം അച്ഛൻ തുടങ്ങി. അപ്പം അതിനകത്ത് മുഴുവൻ ഈ കുടുംബം ജീവിതം നയിക്കുന്നവർക്ക് ആവശ്യമായ ആർട്ടിക്കിൾസ് ആയിരുന്നു. അച്ഛൻ അതിൻ്റെ എഡിറ്റോറിയലൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ഒരു എഴുത്തിലൂടെയും ധാരാളം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സക്കറിയാസ് അച്ഛൻ വളരെ കാര്യമായിട്ട് അധ്വാനിച്ചിരുന്നു. അതിന് പുറമെ സെമിനാരിയിലുള്ള ആളുകളെ അച്ഛൻ ഒത്തിരി എൻകറേജ് ചെയ്യുമായിരുന്നു വായിക്കാനായിട്ട്. ഏത് പാതിരാത്രിക്കും അവർക്ക് എന്ത് സഹായത്തിനും അച്ഛനെ മുറിയിച്ചെല്ലാം അച്ഛൻ ഒരിക്കൽ പോലും ഒന്നിനും നോ പറയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വാത്സല്യമുള്ള ഒരു അപ്പനായിരുന്നു സക്കറിയാസ്. അപ്പനും അമ്മയൊക്കെ ആയിരുന്നു സക്കറിയാസ് അച്ഛൻ. ഒരു അപ്പൻ്റെ റോൾ എടുക്കേണ്ട സമയത്ത് അച്ഛൻ അപ്പൻ്റെ റോൾ എടുക്കുമായിരുന്നു. അമ്മയുടെ കെയർ കൊടുക്കേണ്ട സമയത്ത് അമ്മയുടെ കെയറും കൊടുക്കുമായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ഫിലിപ്പ് അച്ഛൻ. അച്ഛൻ്റെ ഫുൾ നെയിം ഫാദർ ഫിലിപ്പ് കാരിക്കശ്ശേരി OCD.
നമ്മുടെ സക്കറിയാസ് അച്ഛനെ പോലെ OCD സഭാംഗമാണ്. അച്ഛൻ ഇപ്പോൾ ഈ കാർമൽഗിരി സെമിനാരിയിൽ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛൻ ഞങ്ങളിവിടെ എത്തി സക്കറിയാസ് അച്ഛൻ്റെ ജീവിതം ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സക്കറിയാസ് അച്ഛൻ്റെ ജീവിതം സുഹൃത സമ്പൂർണമായിരുന്നു. അച്ഛനെ ഏറ്റവും സ്വാധീനിച്ച ഘടകം എന്താണ് സക്കറിയാസ് അച്ഛൻ്റെ ലൈഫിൽ? സക്രിയാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തമായ തീക്ഷ്ണതയാണ്. വാസ്തവത്തിൽ ഒരു ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ ജ്വലിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഹൃദയത്തിൽ അഗ്നി ജ്വലിക്കുന്നത് പോലെയായിരുന്നു തീവ്രമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. 45 വർഷമാണ് അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ ചെലവഴിച്ചത്. ഈ 45 വർഷവും സെമിനാരി തന്നെയായിരുന്നു. ആദ്യം പുത്തമ്പള്ളി സെമിനാരി, അതിനുശേഷം മംഗലപ്പുഴ, പിന്നെ അതിന് ബ്രാഞ്ചായിട്ട് തുടങ്ങിയ ഇവിടെ. ഈ 45 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ നമ്മൾ സാധാരണ നിലയിൽ ചിന്തിച്ചാൽ ഒരു മനുഷ്യ ആയുസ്സിൽ ഇത് തീർക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥന ചൈതന്യം, ഒരു തപശ്ചര്യ, പ്രായശ്ചിത്ത ചെയ്യുവാനുള്ള താല്പര്യം, ഇതൊക്കെ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൽ കാണാമായിരുന്ന പ്രത്യേകതകളാണ്. ബ്രദേഴ്സ് അന്നിവിടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സിനൊക്കെ മനസ്സിൽ ആഴമായി പതിഞ്ഞൊരു ചിത്രമാണ് സക്രിയാസ് അച്ഛൻ്റെ വിശുദ്ധമായ ജീവിതം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊന്ന് വലിയ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ചും ഈ സെമിനേരിയൻസിനോട് അദ്ദേഹം കാണിച്ചിരുന്ന താല്പര്യം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന അന്നത്തെ ഒരു പ്രൊഫസർമാർ ഒരാൾ പറഞ്ഞത്, അദ്ദേഹം ഒരു പിതാവിനെ പോലെ ശ്രദ്ധിച്ചു, ഒരു അമ്മയെ പോലെ സ്നേഹിച്ചു, ഒരു ഗുരുവിനെ പോലെ ശാസിച്ചു. അച്ഛാ, ഞങ്ങൾ കുഞ്ഞുങ്ങളും സുഹൃതങ്ങളിൽ വളരണമെന്നാണല്ലോ ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സുഹൃതം, അത് സക്കറിയാസ് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ കണ്ട സുഹൃതം, ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന സുഹൃതം ഏതാണെന്ന് അച്ഛനൊന്ന് പറയാം. ഒന്ന്, സക്കറിയാസ് അച്ഛനിപ്പോൾ നിങ്ങൾക്കും വലിയൊരു ആഗ്രഹം വേണം, എനിക്കൊരു വിശുദ്ധനാകണം, ദൈവസ്നേഹത്തിൽ എനിക്കും വളരണം. അപ്പോൾ സക്കറിയാസ് അച്ഛൻ്റെയും ആഗ്രഹം അത് എല്ലാവരെയും ദൈവസ്നേഹത്തിൽ വളർത്തുന്നതായിരുന്നു. അപ്പോൾ ആ ദൈവസ്നേഹം നമ്മിൽ തീക്ഷ്ണമായിട്ട് ജ്വലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മറ്റൊരുത്തരെയും കടുപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വളരെ തീവ്രമായ ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ അച്ഛനാകണം, സിസ്റ്ററാകണം എന്നൊക്കെ ആഗ്രഹമില്ല നിങ്ങൾക്ക്? ആഗ്രഹമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ ഈ സക്കറിയാസ് അച്ഛന് വലിയൊരു ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ചെലവഴിച്ച് മുഴുവൻ വൈദികരെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കൂടുതൽ മിഷണറിമാരെ ഫോം ചെയ്ത് നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റുമൊക്കെ അയച്ചു. അതുപോലെ നിങ്ങളും കൂടുതൽ നല്ല വിശുദ്ധരായിട്ട് വളരണം, നല്ല ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം. ദൈവവിളി ഉണ്ടെന്ന് തോന്നുന്നവരൊക്കെ അതിന് പിൻചെല്ലണം, വൈദികരാകണം, സിസ്റ്റേഴ്സ് ആകണം, നല്ല പരിശുദ്ധരായിട്ട് ജീവിക്കണം. താങ്ക് യു അച്ഛാ. നമ്മള് മ്യൂസിയമാണിത്. ഔറേലിയൻ അച്ഛൻ്റെ സക്കറിയാസ് അച്ഛൻ്റെ അതെ അവരുടെ കാലഘട്ടം 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന കുറേ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത് സെമിനാരിയിൽ ഉള്ള അലാം ക്ലോക്കാണ്. 15 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് പ്രെയർ ഉണ്ട്, അതിൻ്റെ ഒരു റിമൈൻഡറാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, ഒന്ന് കണ്ടോ? ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാസയും പിലാസയും ഒക്കെയാണ്. ഇത് കണ്ടോ, ഇതെന്തോ അരുളിക്ക അല്ലേ, ഈ തിരുവോസ്തി വെക്കുന്ന അരുളിക്കയാണ്, പഴയ മാതൃകയിലുള്ള. ഇനി ഇവിടെ നിങ്ങൾക്ക് ശരിക്കും കൗതുകം ഉണ്ടാക്കുന്ന ഒരു വസ്തുവുണ്ട്. എന്താ ഇത്? നേരത്തെ കണ്ടിട്ടുണ്ടോ? പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഇത് വെച്ചാണ് വൈൻഡ് ചെയ്യുന്നത്. പള്ളി നേരത്തെ വന്നത് ഓർക്കുന്നുണ്ടോ? ഏതാ? ഔറേലിയൻ അച്ഛൻ്റെ. അപ്പോൾ ഈ പള്ളി അമലോത്ഭവ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ പള്ളിയാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ സക്കറിയാസ് അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ സക്കറിയാസ് അച്ഛൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ചില സ്പെഷ്യൽ കാര്യങ്ങളൊന്ന് പറയാം. അച്ഛൻ ഇങ്ങനെ സക്രാരിക്ക് മുമ്പിൽ കണ്ണടച്ചിങ്ങനെ ഭയങ്കര ഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇതൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ സെമിനാരിയിലുള്ളവരെല്ലാം വന്നിങ്ങനെ ചോദിക്കും, അച്ഛൻ എങ്ങനെ ഇത്രയും ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ മുഴുകി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? അപ്പം അച്ഛൻ പറയും,
ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. നമ്മളെ പെട്ടെന്ന് ഓടിപ്പോയി എല്ലാവർക്കും വളരെ സ്വസ്ഥമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആദ്യ സമയങ്ങളിൽ, ആദ്യ നാളുകളിൽ ഈ സ്ട്രഗിളിലൂടെ പോയി ഈ ഒരു ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് അപ്പോഴാണ് നമുക്ക് പ്രാർത്ഥന ലയിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛനൊരു 15 മിനിറ്റ് റിഫ്ലക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ആധ്യാത്മികമായിട്ട് ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്നവരും ഈ റിഫ്ലക്ഷന് വേണ്ടി കാത്തിരിക്കുകയും അച്ഛൻ ഈ കൊടുക്കുന്ന ഈ 15 മിനിറ്റ് റിഫ്ലക്ഷൻ ഇവർക്കൊരു വലിയ എനർജി ആയിരുന്നു. ലായിരുന്നു സക്കറിയാസ് അച്ഛൻ മരിച്ചത്. അച്ഛനൊരു 21 ദിവസം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അപ്പം വെല്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ എപ്പോഴും ഇങ്ങനെ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമായിരുന്നു. ഹെർണിയയ്ക്ക് 1-2 തവണ ഓപ്പറേഷൻ സർജറി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും രോഗവും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് അച്ഛൻ ഓടി നടന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പ്രോപ്പർ വിശ്രമമില്ല, സമയത്തിന് ഭക്ഷണമില്ല. അങ്ങനെ ഈ വയറ്റിൻ്റെ അസ്വസ്ഥതകൾ ഒത്തിരി അങ്ങ് കൂടിയ സമയത്താണ് ശരിക്കും കുടലിൽ ക്യാൻസറസ് ആയിരുന്നു. അങ്ങനെ വെല്ലൂർ കൊണ്ടുചെന്ന് ഏകദേശം 4 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ സർജറി ഡോക്ടേഴ്സ് ചെയ്തു. അപ്പം സർജറിക്ക് പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ജപമാല കാണും. അപ്പം തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പേ അച്ഛൻ പറഞ്ഞു, ജപമാല ഞാൻ എൻ്റെ കൈ വെച്ചോട്ടെ, ജപമാല എനിക്ക് വേണം പ്രാർത്ഥിക്കാൻ. അപ്പം അവർ പറഞ്ഞ് തിയേറ്ററിനകത്ത് ഒരു കാരണവശാലും ഒരു സംഗതികളും അനുവദിക്കത്തില്ല. അങ്ങനെ അച്ഛൻ വിഷമിച്ചിട്ട് അച്ഛൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന ഒരു ബ്രദർ ജോസഫ് ആയിരുന്നു. അത് ജോസഫിൻ്റെ ഈ ജപമാല കൊടുത്തു. 4 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ ഈ സർജറി കഴിയുമ്പം ഇന്നത്തെ അത്രയും ഫെസിലിറ്റീസ് അന്നില്ല. മെഡിസിൻസ് ഇന്നിപ്പം വേദനയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഈ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് പിന്നീട് വരുന്ന ഒരു 24 മണിക്കൂറും കടുത്ത വേദനയായിരിക്കും. അപ്പോൾ ഈ ഡോക്ടേഴ്സും നഴ്സസ് എല്ലാം അച്ഛൻ്റെ ചുറ്റിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുവാണ് അച്ഛൻ്റെ സ്ഥിതി എങ്ങനെയാണ്. അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ എത്ര വിഷമമുണ്ടെങ്കിലും എത്രമാത്രം വേദന ഉണ്ടെങ്കിലും അച്ഛൻ്റെ മുഖത്ത് അതൊന്നും കാണിക്കത്തില്ല. അച്ഛനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കും. വേറൊരാളെയും ബുദ്ധിമുട്ടിക്കത്തുമില്ല. എനിക്കല്ലേ വയ്യ, സാധാരണ സുഖമില്ലാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ശുശ്രൂഷിക്കുന്നവർ എപ്പോഴും ഈ വേദനയൊക്കെ കൂടി കഴിയുമ്പോൾ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കാൻ അച്ഛന് ഇഷ്ടമില്ല. അപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ ഡോക്ടേഴ്സ് വന്ന് ഭയങ്കര അത്ഭുതത്തോടെ ഈ അച്ഛനെ നോക്കുന്നത്. കാരണം അച്ഛൻ വേദനയെക്കുറിച്ച് പരാതി ഒന്നും പറഞ്ഞില്ല. അച്ഛനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കും. ശരിക്കും ആ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു 21 ദിവസവും. അച്ഛനെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സിനും നഴ്സസിനും എല്ലാം അച്ഛനൊരു അത്ഭുതമായിരുന്നു. അവരോട് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അച്ഛൻ പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ രോഗത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. പക്ഷേ പെട്ടെന്ന് മെയ് 22-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് വല്ലാണ്ട് അസ്വസ്ഥതകൾ കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഈ ബൈസ്റ്റാൻഡറിൻ്റെ അടുത്ത് പറയും, അച്ഛൻ്റെ നില വളരെ ഗുരുതരമാണ്, അച്ഛൻ മരിക്കും, പെട്ടെന്ന് അറിയിച്ചോളാൻ പറ. അങ്ങനെ ബ്രദർ അന്ന് ടെലിഫോണൊന്നുമില്ല, ടെലിഗ്രാം കമ്പി സന്ദേശം ഇവിടത്തേക്ക് അയച്ചു. അപ്പം ബ്രദർ ജോസഫിന് മനസ്സിലായി അച്ഛനോട് പറയണം അച്ഛൻ മരിക്കും. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈശോയുടെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ അച്ഛനൊന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് അതെയോ എന്ന് ചോദിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് തന്നെ വേറൊരു അച്ഛൻ വന്നു, അച്ഛന് സാക്രമെൻ്റ് ഒക്കെ കൊടുത്തു. ഈശോ മറിയ ഔസേപ്പെ, എന്നെ ഞാൻ നിങ്ങൾക്ക് കയ്യാളിക്കുന്നു എന്ന് വെച്ചാൽ ഏൽപ്പിക്കുന്നു. ആ സുഹൃദേവം ഇങ്ങനെ ഉരുവിടുമായിരുന്നു. വളരെ സ്വസ്ഥമായിട്ട് വെളുപ്പിന് 3 മണിക്കാണ് അച്ഛൻ മരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിനെയും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കണം, അല്ലേ? നാളെ നമുക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അപ്സെറ്റ് ആകരുത്. കാരണം മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ വീടായ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്, അല്ലേ? അവിടേക്ക് നമ്മൾ പോകുന്ന സമയം. അപ്പം ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ പോകുമ്പം നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകണം, അല്ലേ? അപ്പം എപ്പം മരിച്ചാലും ഈശോ എപ്പോൾ വിളിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ നമുക്കും സാധിക്കണം, അല്ലേ? അപ്പോൾ ഈ സമയം നമുക്ക് മരിക്കാൻ പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് ഈശോയ്ക്ക് കൊടുക്കാം. അപ്പം മരണത്തെ പേടിയുള്ള എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർക്കാം, പ്രാർത്ഥിക്കാം.
കരുണയുടെ ചെറിയ പ്രവൃത്തികളും സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു വാക്കുകളുമാണ് ഈ ലോകത്തെ സ്വർഗമാക്കി തീർക്കുന്നത്. 46 വർഷത്തെ മിഷണറി ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം സക്രിയാസ് അച്ഛൻ ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യമായിരുന്നു. ചുറ്റുമുള്ളവർക്ക് ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഏവർക്കും ദൈവസ്നേഹത്തിന് നിറവുള്ള ആശംസകൾ നേരുന്നു. നന്ദി. ബൈ.